ഇത്രയും ദൂരം നടന്നത് മെച്ചം. ആ തുകയാണ്. പന്നി പന്നി. പന്നിയോ? എവിടെ? അതൊരു കല്ലാണ്. മിണ്ടരുത്. കൊണ്ടിട്ടില്ല കൊണ്ടിട്ടില്ല. താൻ പോടോ, തെറ്റിയിട്ടില്ല. തെറ്റിയിട്ടില്ല. ചെന്ന് നോക്ക്. വലിയ മേടിക്കാരനായിട്ട് എന്നോട് തോക്കും മേടിച്ച് വെച്ചതാണല്ലോ. എന്നെക്കാട്ടും വലിയ ഉന്നോ. ആരാണ്ടായി? ചുണ്ടലിയ? ഇതാണിപ്പോ. ഞാൻ വിചാരിച്ചു വല്ല ആനയെ മറ്റോ ആയിരിക്കുന്നു. എന്താണ്? ഈ പരിസരത്ത് ആനുണ്ട് കേട്ടോ. പടച്ചോനെ, ആണോ? വെടികൊണ്ടതാ? അല്ല. പിന്നെ ചത്ത എടുക്ക? ശ്വാസമുണ്ട്. നമുക്ക് പോവാ. എന്ത് പണ്ടാണെങ്കിലും ആയിക്കോട്ടെ. വേനംകുട്ടിയെ വെറുതെ പുലിവാല് കുടിക്കണ്ട. കാലം നല്ലതല്ല. നമുക്ക് പോവാം. ഒരു സ്ത്രീ ഒറ്റയ്ക്ക് ഈ കാട്ടില്, അതും ഇങ്ങനെ ഒരു അവസ്ഥയില് എങ്ങനെയാ കുഞ്ഞാലു? വെറുതെ വേലിയിലിരിക്കുന്ന പാമ്പിനെടുത്ത് വെക്കുക. പ്രശ്നമാവും. ഇപ്പൊ ഭയപ്പെടാനൊന്നുമില്ല. സെഡറ്റീവ് എന്താ കഴിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. സൂയിസൈഡിൽ അറ്റംപ്റ്റ് ആവാൻ സാധ്യതയുണ്ടല്ലേ? ആയിരിക്കാം. ഏതായാലും അപകടനില കഴിഞ്ഞിരിക്കുന്നു. എന്നാലും പോലീസിന് ഇൻഫോം ചെയ്തേക്ക്. റിസ്ക് വേണ്ട. വരട്ടെ. താങ്ക് യു ഡോക്ടർ. എന്തിനാ ഇങ്ങനെ വായിലേക്ക് നോക്കണേ? അല്ല, വിവരം അറിയിക്കുന്ന നല്ലേ. എവിടെ? തന്റെ അമ്മായിയുടെ വീട്ടിലോ? എന്റെ അമ്മായിയുടെ വീട്ടിൽ അറിയിച്ചിട്ട് എന്ത് കാര്യം? പോലീസിനെ. ആരാണ് എന്താണെന്ന് അറിയില്ല. ഒരു സ്ത്രീയല്ലേ? പോലീസിലൊക്കെ അറിയിച്ച് വാർത്തയായ മാനം പോയോ? മാൻ ഉണ്ടെന്ന് ആര് കണ്ട്? മുതൽ വിളങ്ങാനും കരുതി ചത്ത പിന്നത്തെ കാര്യം സുഖായി. മേനംകുട്ടിയെ തൊടില്ല. ഇടി മുഴുവൻ ഞാൻ കൊള്ളണം. അല്ലാണ്ട് ഒരുമാതിരി എഴുത്തനായി. അവള് കരഞ്ഞു. ഭയപ്പെടണ്ട, ഉറങ്ങിക്കോളൂ. കൊല്ലും ഞാൻ. ചാവാണ്ട് എടുത്തോണ്ട് വന്നതിനുള്ള ശിക്ഷയടി. ഒച്ച വെച്ച ആളെ കൂട്ടി എന്നെ നാണം കെടുത്തിയാലുണ്ടല്ലോ, മര്യാദക്ക് പോവില്ല നീ. എന്താണ് തലയ്ക്ക് വല്ല പ്രാന്തം പിടിച്ചോ? ഇരിക്കാൻ ഇരിക്കല്ല, കോളടിച്ചു.
എടി കല്ലു എന്ത് പണ്ടാരാണെന്ന് ചോദിക്കടി. കടന്നു പോടോ. ഇറങ്ങി. എടോ അവൾ ഈ ഡയറിയിൽ എഴുതിയിരിക്കുന്നുണ്ടാ. എന്താ വായിച്ചേ? ഞാൻ ഏതെങ്കിലും വിധത്തിൽ കൊല്ലപ്പെടുകയാണെങ്കിൽ അതിന് ഉത്തരവാദികൾ ഒമേഗ ട്രാവൽസ് KK നഗർ മദ്രാസ്. ഇത് നമ്മൾ വിചാരിക്കുന്ന കേസല്ല, സംഗതി ഗുലുമാലാണ് കേട്ടോ. ഏയ് ഒരു പാവപ്പെട്ട സ്ത്രീയാണ് അവൾ. എന്ന് എഴുതി വെച്ചിട്ടുണ്ടോ ഞാനൊരു പാവപ്പെട്ട സ്ത്രീയാണെന്ന്? ഇത് ഡയറി കുറിപ്പോ ജീവചരിത്രമൊന്നും അല്ല, കണക്കുകളാണ്. മാസാമാസം കിട്ടുന്ന ശമ്പളത്തിന്റെ കണക്കുകൾ. ദാ ഇതൊന്ന് നോക്കിയേ. നോട്ടെ. കുട്ടി അപ്പുറത്തെങ്ങാനും കൊണ്ട് അവർക്കടി മനുഷ്യന്റെ തലയ്ക്ക് തീ പിടിച്ചിരിക്കുമ്പോഴാ നാശം. ഓ അപ്പൊ എന്റെ കുട്ടിയുടെ കരച്ചിലും ഒരു അച്ഛന് നാശായി. ഇവിടുത്തെ സ്ഥിതി എന്താന്ന് അറിയോ രാധേ? എന്താ ഇപ്പൊ ഇവിടെ ഉണ്ടായേ? ഏടത്തി വരാന്ന് പറഞ്ഞ ദിവസം വന്നില്ല, അത്രയല്ലേ ഉള്ളൂ. അതിനിങ്ങനെ തലയ്ക്ക് തീ പിടിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. ഏടത്തി നാളെയും വരും. കീറാണ്ട് കിടന്ന് ഉറങ്ങ്. എന്തായി വിവരം വല്ലതും കിട്ടിയോ മാധവ? ഞാൻ മദ്രാസിലെ ഹോസ്റ്റലിൽ വിളിച്ചു. അവിടുന്ന് പുറപ്പെട്ടിട്ട് ദിവസം 4 4 ദിവസോ? പിന്നെ എങ്ങടെ പോയി എന്റെ കുട്ടി? 10-ാം തീയതി സന്ധ്യക്കുള്ള ട്രിവാൻഡ്രമയിലായിരുന്നു ടിക്കറ്റ്. എന്നിട്ട് എങ്ങോട്ട് പോയി? അച്ഛൻ വിഷമിക്കാണ്ടിരിക്കെ. എന്റെ ഭഗവതി, എന്റെ കുട്ടിക്ക് ഒരു ആപത്തുണ്ടാക്കല്ലേ. ഒന്നും ഉണ്ടാവില്ല അച്ഛ, സീത വരും. 4 ദിവസം കഴിഞ്ഞാ കല്യാണ. അവൻ 20 കൊടുക്കണം, പിന്നെ പണവും. അവരോട് ഞാൻ എന്ത് സമാധാനാ പറയാ? ലതയോട് എന്താ പറയാ? കല്യാണം നടന്നില്ലെങ്കിൽ സാരില്ല അച്ഛാ, എനിക്ക് ഒട്ടും വിഷമില്ല. ആപത്തൊന്നും കൂടാതെ ഏടത്തി ഇങ്ങ് എത്തിയാ മതി. നമസ്കാരം, ശങ്കരവാര്യരല്ലേ? അതെ. ഞങ്ങള് മദ്രാസിൽ നിന്ന് വരിക. സീതാലക്ഷ്മിയുടെ കൂടെ ജോലി ചെയ്യുന്നവരാ. വരൂ, കയറിയിരിക്കൂ. ഇരിക്കാനൊന്നും നേരമില്ല. ഒരു അത്യാവശ്യ കാര്യം സംസാരിക്കാനാ. സീതാലക്ഷ്മി ഒന്ന് വിളിക്കാമോ? അതിന് സീത ഇവിടെ എത്തിയിട്ടില്ലല്ലോ. നുണ പറയണ്ട. കണ്ടൊരു കാര്യം സംസാരിച്ചാൽ ഉടനെ ഞങ്ങളങ്ങ് പോവും. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഏയ്, ഞാൻ ഉണിയല്ല പറയണേ, അവളെ എത്തിയിട്ടില്ല. ഞങ്ങളും ആ കാര്യം സംസാരിച്ചിരിക്കുകയായിരുന്നു. 4 ദിവസം കഴിഞ്ഞ അനിയത്തിക്കുട്ടിയുടെ കല്യാണമാണ്. അവള് വന്നിട്ട് വേണം സ്വർണ്ണം എടുക്കാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ. മദ്രാസിൽ വിളിച്ചപ്പോ 10-ാം തീയതി മെയിലിന് പുറപ്പെട്ടു എന്നും പറയണു. എന്ത് പറ്റിയെന്ന് ഒരു അറിവുമില്ല. എന്നാലും ഞങ്ങളൊന്ന് നോക്കിയേക്കാം. അല്ല, എന്താ കഥ? അകത്തെന്റെ മകളുണ്ട്. കാരണവരെ അവരൊന്നും ചെയ്യില്ല. പെട്ടെന്ന് വിശ്വസിക്കാത്തവരാ ഞങ്ങൾ. വിശ്വസിച്ചാൽ വിശ്വസിച്ച തന്നെ, വഞ്ചിച്ചാൽ ക്ഷമിക്കയില്ല. എനിക്കൊന്നും മനസ്സിലാവണില്ല. എന്താ അച്ഛാ, ആരാ ഇവരൊക്കെ? എനിക്കൊന്നും അറിയില്ല മോളെ. വീട്ടിൽ കയറി വന്ന് തോന്നിയ ദിവസം കാട്ടെ. ഒച്ചയും ബഹളമൊന്നും ഉണ്ടാക്കണ്ട. തടി കേടാവും. ഉള്ള യാരുമില്ല സാർ. ബുദ്ധിമുട്ടിച്ചാൽ ക്ഷമിക്കണം. ഞങ്ങൾ പോയിട്ട് വരാം. സീതാലക്ഷ്മി വരുമ്പോ പറയാ അവൾ ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഒരിക്കലും രക്ഷപ്പെടാൻ പോകുന്നില്ലെന്ന്.